വയനാട്ടിൽ കാട്ടാൻ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. കാട്ടിക്കുളം പുളിമൂട് ഉന്നതിയിലെ രാജുവാണ് മരിച്ചത്. ഇന്ന് രാവിലെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ ഉടനെ രാജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതേസമയം കാട്ടാൻ ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. തിരുനെല്ലി വെള്ളാഞ്ചേരി പ്രദേശത്താണ് രാവിലെ മുതൽ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി നിലനിൽക്കുന്നത്. ജനവാസ മേഖലയിലാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ്. ഇപ്പോൾ പുളിമൂട് എന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിനെ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും ജനവാസ മേഖലയിലേക്ക് വീണ്ടും ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ആളുകൾ ഒരു ഭീതിയിലാണുള്ളത്. അതിനെ പൂർണ്ണമായി കാട്ടിലേക്ക് തുരത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റുകാരും പോലീസുകാരും മറ്റു ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ കാണിക്കേണ്ട ഒരു ജാഗ്രത എന്ന് പറയുന്നത്, സാധാരണ രാത്രി കാലങ്ങളിലായിരുന്നു ആനയുടെ ശല്യം രൂക്ഷമായിരുന്നത്. ഇപ്പം അതിരാവിലെ തൊട്ട് ശല്യം രൂക്ഷമായി വരുന്നൊരു സാഹചര്യം. അതിനുള്ള ഗൗരവത്തിലുള്ള ഇടപെടൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാവണം. രാത്രി കാവൽ വളരെ കൃത്യമായി ഏർപ്പെടുത്താൻ വേണ്ടി. എന്നാലും വയനാട്ടിലാണ് കാട്ടാൻ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളിയാണ് മരിച്ചത്. കാട്ടിക്കുളം പുളിമൂട് ഉന്നതിയിലെ രാജുവാണ് മരിച്ചത്. ഇന്ന് രാവിലെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഉടനെ തന്നെ രാജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ പ്രദേശത്ത് കാട്ടാൻ ആക്രമണത്തിന് ഒരു ശാശ്വതമായ പരിഹാരം വേണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രദേശത്ത് രാത്രികാലങ്ങളിൽ അല്ലാതെ പോലും പകൽ സമയങ്ങളിലടക്കം ഈ ഒരു കാട്ടാന ഈ ഒരു ജനവാസ മേഖലയിൽ എത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ അടക്കം പറയുന്നത്. ഏതായാലും ഈ കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം നിലവിൽ തുടരുകയാണ്.